ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വളരെ വിഷമത്തിലൂടെയാണ് ഈ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഈ പൂച്ചക്ക് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ച് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ ഈ ഒരു റീലാണിത്. ഈ റീല് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു 19 വയസ്സുകാരിക്ക് കുഴഞ്ഞു വീണ്, അതായത് അറ്റാക്ക് വന്ന് മരിക്കുന്ന ഒരു ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെച്ചാൽ ആ ഒരു അക്ഷയ സെൻറ്ററിൽ ഇത് പാനൂർ വെച്ച് നടന്ന ഒരു സംഭവമാണ്. ആ പാനൂരിലെ അക്ഷയ സെൻറ്ററിൽ 3 പേരുണ്ടായിരുന്നു. ആ അക്ഷയ സെൻറ്ററിൽ 3 ആൾക്കാരുണ്ടായിരുന്നു. ആ 3 ആൾക്കാർക്കും CPR എങ്ങനെ കൊടുക്കണം എന്ന് ഏതെങ്കിലും ഒരാൾക്ക് അറിയാമായിരുന്നെങ്കിൽ ആ ഒരാൾ, കാരണം ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടായിരുന്നേനെ. കറക്റ്റായിട്ട് ജീവൻ രക്ഷപ്പെടും, ഉറപ്പായിട്ടും 100% ആ ടൈം നമ്മൾ CPR കൊടുത്തെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കായിട്ട് മുതിർന്നവർക്കായിക്കോട്ടെ ആർക്കായാലും ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് CPR കൊടുക്കാൻ നമ്മൾ പഠിക്കണം. ഒരു മെഡിക്കൽ ഫീൽഡിലെ ആൾക്കാർക്ക് മാത്രമേ CPR കൊടുക്കാൻ പറ്റുള്ളൂ, CPR കൊടുക്കാൻ അവകാശമുള്ളൂ എന്ന് ചിന്തിച്ച് ഇരിക്കുന്നതാണ്. ആ ചിന്തയ്ക്ക് മാറ്റുന്ന സമയം കഴിഞ്ഞ് നമുക്കിപ്പോൾ ഇന്ന് എനിക്ക് അല്ലെങ്കിൽ നാളെ എനിക്കോ എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു സാഹചര്യം വന്നാൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് ഈ സാഹചര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് CPR തരണം എന്നുള്ളത് എൻ്റെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തായാലും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇന്ന് എന്തായാലും എനിക്ക് വരില്ല എന്ന് പറഞ്ഞ് നിൽക്കാനൊന്നും ഇതൊന്നല്ല കേസ്. നമുക്ക് എപ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യം വരിക എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും CPR എങ്ങനെ കൊടുക്കണം എന്നത് പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. CPR കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻ്റെ കണ്ടീഷൻ നമുക്ക് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കിടത്താൽ മതി. ആ കിടത്തിയതിന് ശേഷം നമ്മൾ 3 വിരൽ വെച്ചിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ വെച്ച് നോക്കുക, പൾസ് ഉണ്ടോ ഇല്ലയോ. ഈ ഒരു 5 സെക്കൻഡിനുള്ളിൽ പെട്ടെന്നായിരിക്കണം കാര്യങ്ങൾ നോക്കുക. എന്നിട്ട് നമുക്ക് പൾസ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ പേഷ്യൻ്റ് ഈ ഷോൾഡർ ലെവലിൽ കിടന്നിട്ടല്ലേ ഉണ്ടാവുക, ഈ ഷോൾഡർ ലെവൽ വന്നിട്ട് നോക്കണം. അതായത് ആ പേഷ്യൻ്റ് ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ല. ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, CPR കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അപ്പോഴത്തേക്ക് ഒരു മെഡിക്കൽ, അതായത് ആശുപത്രിയിലേക്കോ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ആ ഒരു സ്ഥലത്തേക്ക് മാറ്റി ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നില്ല ഫുള്ളി, അതായത് ഒരു അനക്കമില്ലാണ്ട് കിടക്കുകയാണെന്നാണെങ്കിൽ ഉടനടി നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ ഈ 2 റിബ്, അതായത് നമ്മളെ വാരിയലിൻ്റെ ഈ നടുക്കത്തെ ഈ ഭാഗത്ത് വെച്ച് ഇങ്ങനെ നമുക്ക് ഏത് കൈക്കാണ് ശക്തി, അതായത് ഇപ്പം റൈറ്റ് ഹാൻഡിലുള്ളവരുണ്ടാവും, ലെഫ്റ്റ് ഹാൻഡിലുള്ളവരുണ്ടാവും. ഇത് ഏത് കൈക്കാണ് ശക്തി എന്ന് വെച്ചാൽ ആ ഒരു കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഭാഗം ഉണ്ടല്ലോ,